ഇന്നിതാ നമ്മൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ചിലപ്പോൾ കാലത്തെ കറിയൊക്കെ വൈകുന്നേരങ്ങൾക്ക് തികയാണ്ട് വരുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറി കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇതാ മഴക്കാലം വരുമ്പോൾ വായ്ക്ക് രുചിയില്ല, കൂട്ടാൻ ടേസ്റ്റ് പോരാ, എരിവ് പോരാ, ഉപ്പ് പോരാ എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു കൂട്ടാനും കൂടിയാട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്ക ചെമ്മീൻ നല്ല പോലെ വറുത്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ചു, സബോള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായി ഉണ്ടെങ്കിൽ നല്ല പോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലൊന്നും തന്നെ നമ്മൾ കളയില്ല കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. എന്നാലും നല്ല രുചിയാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കും കേട്ടോ. ഇനിതാ നമ്മൾ കറിവേപ്പിലൊക്കെ ഇതിൽ മുരിഞ്ഞ് അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. പിന്നെ അതെങ്കിൽ നമ്മൾ ചെമ്മീൻ്റെ തലയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തല നമ്മൾ ഈ കൂട്ടാനിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തല കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ കഴിക്കുമ്പോൾ അത് നമ്മുടെ സൈഡിലൊക്കെ കവിളിൽ കുത്തി ചോര വരാനും വേദനിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതായിട്ട് തല മാറ്റി വെച്ചത്. തല വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ചമ്മന്തി ഉണ്ടാക്കാം. ഇനി നമ്മുടെ സബോള നല്ല പോലെ വാടി വരണം. അതെ, ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി തന്നെ നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസായിട്ട് ഗ്രേവി ടൈപ്പിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഉള്ളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ആ ചെമ്മീനൊക്കെ പിടിക്കുന്നത് വരെ കുറച്ച് നേരം ഇതിനങ്ങനെ റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവി ടൈപ്പിലുള്ള ചെമ്മീൻ്റെ വീഡിയോ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. മസാല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മസാലയൊന്നും ചേർക്കണില്ല. ഇതിപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഇതാ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.